വഹിച്ചു എന്നെ കുശവൻ കയ്യിൽ കളിമണ്ണു അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു അനുദിനം നീ പണിയണമേ. ദൈവമായ കർത്താവേ, തിരുവചനത്തിൽ നിന്നും അത്ഭുത കാര്യങ്ങളെ കാണുവാൻ അടിയങ്ങളുടെ ഉൾക്കണ്ണുകളെ തെളിയിക്കണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വന്യ കോർപ്പിസ്കോപ്പന്മാരെ, വന്യ വൈദികരെ, കർത്താവിൽ അനുഗ്രഹീതരെ, ഈ കൺവെൻഷൻ്റെ ഈ വർഷത്തെ അവസാന സന്ധ്യയിൽ ദൈവസന്നിധിയിൽ വചന കേൾവിക്കായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കും. ഇന്നലെ നാം ചിന്തിച്ച വേദഭാഗം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരാത്തവർക്ക് വേണ്ടി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഈ ദിവസങ്ങളിൽ നാം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം മുഴുവനായിട്ട് ധ്യാനിക്കുകയായിരുന്നു. ഇന്നലെ പ്രധാനമായും മുടിയനായ പുത്രന്റെ ജീവിതത്തിലെ 5 പാപങ്ങളാണ് നാം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത്. അത് ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിർബന്ധം, വിഭജനം എന്ന പാപം, സകലവും സ്വരൂപിക്കുന്ന ഒരു സെൽഫിഷ്നെസ്, സെൽഫ് സെൻറ്റേർഡ്നെസ് എന്ന പാപം, കടമകൾ നിർവഹിക്കാതെ, പ്രത്യേകിച്ചും മാതാപിതാക്കളോട് സഹോദരങ്ങളോടുള്ള കടമകൾ നിർവഹിക്കാത്ത പാപം, ദുർനടപ്പ് എന്ന പാപം, വസ്തു നാനാവിധമാക്കി കളഞ്ഞ പാപം. ഈ 5 പാപങ്ങളെക്കുറിച്ചാണ് ഇന്നലെ നാം ധ്യാനിച്ചത്. ഇന്നലെ അവസാനം ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. അത് ഓർക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിചാരം. ഇന്നലെ രാത്രിയിൽ നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ ഒരു ഗിൽറ്റ് ഫീലിങ്ങോടെ ആകരുത്, പിന്നെയോ ഒരു റിപ്പൻറ്റൻ്റ് ഹാർട്ടോടെ ആയിരിക്കണം പോകേണ്ടത് എന്നാണ് ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത്. നമ്മുടെ ഈ ധ്യാനത്തിന്, ഈ വിഷയത്തിന് ഇന്നലെ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ മുടിയനായ പുത്രന്റെ ഉപമ എന്നതിനേക്കാൾ ഏറ്റവും അനുയോജ്യമായ തലക്കെട്ട്, ടൈറ്റിൽ, ദ പാരബിൾ ഓഫ് ദ ലവിങ് ഫാദർ എന്നാണ് ഞാൻ പറഞ്ഞത്. സ്നേഹവാനായ പിതാവിൻ്റെ ഉപമ നമുക്ക് അത് നൽകുന്ന വലിയൊരു പ്രത്യാശയുണ്ട്. ഇറ്റ് ഗീവ്സ് us hope when we say we have a loving father, when we have a forgiving father. ആ പിതാവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ഇന്ന് നാം പ്രധാനമായും ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ പിതാവിനെ കുറിച്ചും ഈ മകൻ്റെ മടങ്ങിവരവിനെ കുറിച്ചുമാണ്. You may remember that our theme includes redemption. So today we will be focusing more on the redemption part. എന്നാൽ അതിനു മുമ്പ് ഈ അപ്പൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? ഈ സ്നേഹവാനായ പിതാവിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. But while he was still a long way off, his father saw him. ഇന്നത്തെ നമ്മുടെ ഭവനങ്ങളിലാണെങ്കിൽ ഈ കാഴ്ച നടക്കുമോ? പണ്ട് നമ്മുടെ നാട്ടിൽ ഭവനങ്ങൾക്ക് വാതിൽ എന്തിനായിരുന്നു? ജനൽ എന്തിനായിരുന്നു? ടു കീപ് ഓപ്പൺ. ഇന്ന് വാതിൽ എന്തിനാണ്? അടച്ചത്. ഇന്നായിരുന്നെങ്കിൽ മകൻ വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിക്കാതെ അപ്പൻ വിവരം അറിയുകയില്ലായിരുന്നു. എന്നാൽ ഈ അപ്പൻ ദൂരേക്ക് നോക്കിയിരുന്നു എന്ന് പറയുന്നതിനകത്ത് ഒത്തിരി അർത്ഥങ്ങളുണ്ട് എന്നാണ് എൻ്റെ വിചാരം. The father spent days, months, maybe years waiting, looking. അപ്പൻ അറിയാമായിരുന്നു അവൻ തിരിച്ചു വരുമോ. അവർ തമ്മിൽ അത്ര ബന്ധമായിരുന്നു, അത്ര അടുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ he was waiting
for the son to come back. ഈ പിതാവിൻ്റെ, സ്നേഹവാനായ പിതാവിൻ്റെ പ്രത്യേകത അതാണ് പ്രിയമുള്ളവർ. ഞാനും നിങ്ങളുമൊക്കെ ഇന്നലെയൊക്കെ നമ്മൾ സംസാരിച്ച, നമ്മൾ ചിന്തിച്ച പാപങ്ങളിലൂടെയൊക്കെ കടന്നുപോയാലും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന് ഒരു വലിയ പ്രതീക്ഷയുണ്ട്. We will come back. ഇന്ന് ആദ്യത്തെ ദിവസം പറഞ്ഞില്ലേ, നമ്മൾ വ്യത്യസ്തരാണ്. ആദ്യത്തെ 2 ഉപമയിൽ നിന്നും 3ാമത്തെ ഉപമ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതിന് കാരണം ആദ്യത്തെ ഉപമയിലെ ആടും 2ാമത്തെ ഉപമയിലെ നാണയവും അതിനൊന്നും ചിന്താശക്തിയൊന്നുമില്ല. അതുകൊണ്ട് ഉടമസ്ഥൻ സെർച്ച് ചെയ്ത് അങ്ങോട്ട് പോകും. പക്ഷെ ഇവിടെ ഈ മകൻ മടങ്ങി വരികയാണ്. അതുകൊണ്ട് പിതാവിന് അറിയാമായിരുന്നു ഇവൻ തിരിച്ചു വരും എന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട്. അതാണ് നമ്മുടെ സ്നേഹവാനായ പിതാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് നൽകുന്ന പ്രത്യാശ അതാണ്. എൻ്റെ നിങ്ങളുടെയും സ്വർഗസ്ഥനായ പിതാവ് ഉപേക്ഷിക്കില്ല, കാത്തിരിക്കുകയാണ്, മടങ്ങിവരവിനായി കാത്തിരിക്കുകയാണ്. ഞാനും നിങ്ങളും തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു ധ്യാനമാക്കേണ്ട വിഷയമാണ്. നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് അകന്നുപോയാൽ നാം എന്ത് ചെയ്യും? നമ്മൾ ഭൂരിഭാഗം ആളുകളും തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യും. എന്നാൽ ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ആരെങ്കിലും മക്കളുമായി പിണങ്ങിയിരിപ്പുണ്ടെങ്കിൽ, മക്കളെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടണം. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബമുണ്ട്. ആ മകൻ, ആ ഭവനത്തിലെ മകൻ വിവാഹം കഴിച്ചത് ക്രൈസ്തവ മതത്തിൽ നിന്നല്ല, മറ്റൊരു മതത്തിലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന്. അപ്പൻ്റെ മരണം വരെ ആ മകനോട് സംസാരിക്കാതിരുന്നത് എനിക്കറിയാം. എനിക്കങ്ങനെ 2 കുടുംബങ്ങളെ അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ജനറലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ there may be parents, there may be people who abandon their children forever. ഭയങ്കര വാശിയായിരുന്നു മനുഷ്യൻ. ഞാൻ പലപ്പോഴും ഇടപെട്ട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വിവാഹമൊക്കെ കഴിഞ്ഞില്ലേ, ഞാൻ വിചാരിച്ചു കൊച്ചുമക്കളൊക്കെ ഉണ്ടാകുമ്പോഴെങ്കിലും ഒന്ന് മഞ്ഞുരുകുമെന്നാണ് വിചാരിച്ചത്. I tried my best, but he was so adamant. മരണം വരെയും ആ മനുഷ്യൻ ആ മകനെയും മരുമകളെയും ഭവനത്തിൽ കയറ്റിയില്ല. അത്ര വാശിയായിരുന്നു. പിന്നെ ചിലരുണ്ട്, മകനും മകളുമൊക്കെ അകന്നു കഴിയുമ്പോൾ സ്വന്തം മക്കളുടെ കുറ്റം മറ്റുള്ളവരോട് പറയുന്ന അപ്പനും അമ്മയുണ്ട്. സ്വന്തം മക്കളുടെ കുറ്റം തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ അങ്ങനെയായിരുന്നു, അവൾ അങ്ങനെയായിരുന്നു എന്ന് പറയാൻ അപ്പനും അമ്മയ്ക്കും ഒക്കെ സാധിക്കുമോ എന്നെനിക്കറിയില്ല. പക്ഷെ അങ്ങനെ പറയുന്നവരുണ്ട്, കേട്ടിട്ടുണ്ട്. നമ്മുടെ ഈ മിനിസ്ട്രിയിലൊക്കെ ഇങ്ങനെ ധാരാളം ആളുകൾ നമ്മുടെ മുമ്പാകെ വന്നു പോകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു സ്നേഹവാനായ പിതാവിൻ്റെ ഒരു കാത്തിരിപ്പ് നാം ഇവിടെ കാണുന്നുണ്ട്. ആ അപ്പൻ പറയുന്നു കം ബാക്ക്. ആരോടാ പറയുന്നത്? നമ്മോടാ പറയുന്നത്. You left me, you abandoned me, but I am waiting for you to come because I am a loving father. നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ സ്നേഹവാനായ പിതാവിൻ്റെ സാന്നിധ്യം. അതാണ് നമ്മുടെ പ്രത്യാശ. അതിലാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ, ക്രൈസ്തവ ജീവിതത്തെ നയിക്കേണ്ടത്. 2ാമത് ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വാക്ക് അപ്പൻ്റെ മനസ്സലിഞ്ഞു എന്നാണ്. അപ്പൻ്റെ മനസ്സലിഞ്ഞു, മനസ്സലിവുള്ളവനായ ഒരു അപ്പനെ, കമ്പാഷനേറ്റ് ഫാദർ. എപ്പോഴാണ് അപ്പൻ്റെ മനസ്സലിയുന്നത്? വേദപുസ്തകം മുഴുവൻ പരിശോധിക്കുമ്പോൾ നമ്മൾ പാടുന്നതിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ണുനീർ തൂകുമ്പോൾ, കണ്ണുനീർ തൂകുമ്പോൾ ദൈവത്തിനു
ശരിക്കും അത് വിശ്വസിച്ചാണ് പാടുന്നത്. കണ്ണുനീർ തൂക്കുമ്പോൾ മനസ്സലിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അത് ചുമ്മാ പാടുകയാണ്. നമുക്ക് മനസ്സലിവുണ്ടോ? നമുക്ക് ഒരു മനസ്സിന്റെ ആർദ്രത ഉണ്ടാകുന്നുണ്ടോ? അതുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടി. എന്താണ്? കല്ലു പോലുള്ള എല്ലാം ഉള്ള ഒന്ന് പാടാമല്ലേ? കല്ലു പോലുള്ള എല്ലാം ഇന്നോ മെഴുകു പോലുരുക്കണമേ. കല്ലു പോലുള്ള പറയാനായിട്ട് ശ്രമിക്കുന്നത് അപ്പൻ മനസ്സലിവുള്ളവരാണ്. നമ്മളും മനസ്സലിവുള്ളവരാണ്. അപ്പന്റെ മുമ്പാകെ കരഞ്ഞിട്ടുള്ള എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പന്റെ മുമ്പാകെ കരഞ്ഞിട്ടുള്ള എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. പാപിയായ സ്ത്രീ കരഞ്ഞ് കണ്ണുനീര് കൊണ്ട് അവന്റെ പാദങ്ങൾ കഴുകി അവളുടെ തലമുടി കൊണ്ട് പാദങ്ങൾ തുടച്ച് വൃത്തിയാക്കി രക്ഷപ്പെട്ടുപോയി. പത്രോസ് കൂടെ നടന്നവനാണ്. തള്ളിപ്പറഞ്ഞിട്ടും എന്നാൽ അവൻ കരഞ്ഞപ്പോൾ അവനെ ചേർത്ത് കൊണ്ടവനാണ്. ഞാൻ എപ്പോഴും പത്രോസിന്റെ ഈ കരച്ചിലിനെ കുറിച്ച് ഓർക്കാറുണ്ട്. നിങ്ങൾ സുവിശേഷം ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാ ശിഷ്യന്മാരും ഓടിപ്പോയപ്പോഴും പത്രോസ് ഇങ്ങനെ യേശുവിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അവിടെ വിധി ഒക്കെ പറയുന്ന സമയം വരെയും. പക്ഷെ ഞാൻ പറയും, പത്രോസും ആ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം എങ്ങനെയാണെന്ന് അറിയാം. പത്രോസ് അകലം വിട്ട് അവനെ പിൻപറ്റി എന്നാണ്. ഒരു സേഫ് സോണിലാണ് നിന്നത്. കൂടുതൽ അടുത്തൊന്നും പോയില്ല. പക്ഷെ ഇതെല്ലാം പത്രോസ് തള്ളിപ്പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കിയെന്ന സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു വല്ലാത്ത നോട്ടം, ചങ്ക് പിടിച്ച് കൊളുത്തിപ്പിടിക്കുന്ന ഒരു നോട്ടമാണ്. കണ്ണും കർത്താവിന്റെ കണ്ണും പത്രോസിന്റെ കണ്ണും തമ്മിൽ ഉടക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊളുത്ത് വീണത് പത്രോസിന്റെ ഹൃദയത്തിനാണ്. നിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നെ പത്രോസ് പുറത്തെ അന്ധകാരത്തിലേക്ക് പോയി വല്ലാതെ കരഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, പത്രോസിനെ വീണ്ടും ഈ വിളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് അപ്പൻ സാധിച്ചു എന്നുള്ളതാണ്. മുടിയനായ പുത്രൻ നമ്മൾ ഇനി ചിന്തിക്കും. മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോഴും കരച്ചിലാണ്. ഒരുപക്ഷെ സുവിശേഷത്തിലെ ഏറ്റവും ധ്യാനാത്മകമായ ഒരു നിലവിളി, വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ ഒരു മകന്റെ നിലവിളി നമ്മൾ കാണുന്നത് മുടിയനായ പുത്രന്റെ ഉപമയിലാണ്. കടന്നു പോകുന്ന കർത്താവിനെ കാണാൻ കഴിയാത്ത ഒരു കണ്ണുപൊട്ട്, ഒരു അന്ധൻ, അവൻ ഉറക്ക നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്ര, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ എന്ന് ഉറക്ക നിലവിളിച്ചപ്പോൾ അതിന്റെ അവസാനം അവൻ കാഴ്ച പ്രാപിച്ചവനായി എന്ന സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കനാന്യ സ്ത്രീ മകൾക്ക് വേണ്ടി പുറകെ നടന്ന് നിലവിളിച്ചു. അവൾക്ക് അനുഗ്രഹമൊന്നും കൊടുക്കാതിരുന്ന കർത്താവ് ഒരുപക്ഷെ ഒരു വല്ലാത്ത വാചകമൊക്കെ സുവിശേഷത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ശരിയല്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അഭിസംബോധനയൊക്കെ ചെയ്തിട്ട് പോലും ഈ സ്ത്രീ വിടാതെ പിന്തുടർന്ന് മകൾക്ക് സൗഖ്യവും വാങ്ങിപ്പോയ ഒരു ചരിത്രം ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് മനസ്സലിവുള്ളവനാണ് കർത്താവ്. പക്ഷെ ഞാൻ പറയും, ഒരു ഹൃദയതാപം, ഒരു അനുതാപം, ഒരു കരച്ചിൽ ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി? ഞാൻ കഴിഞ്ഞ ദിവസവും അത് ചോദിച്ചതാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് പോലും ഒരു അഹങ്കാരമുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. നമ്മുടെ ആരാധനകൾക്കും നമ്മുടെ പ്രാർത്ഥനകൾക്കും ഒക്കെ പോലും ഒരു അഹങ്കാരമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ചിലരെയൊക്കെ തൃപ്തിപ്പെടുത്തുവാനായിട്ടുള്ള ഒരു ആഗ്രഹം പ്രാർത്ഥിക്കുന്ന ആളിന്റെ മനസ്സിലൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. അനുതാപത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട്, കണ്ണുനീരോട് പ്രാർത്ഥിക്കുവാനായിട്ട് ആ പ്രാർത്ഥനയ്ക്കൊക്കെ ഉത്തരവുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയും, ആരും കാണാതെ ആരെയും കാണിക്കാതെയും ഒക്കെ ഇങ്ങനെ അപ്പന്റെ മുമ്പാകെ ഇരുന്ന് പ്രാർത്ഥിക്കണം. വലിയ വാചകങ്ങളൊന്നും വേണ്ട പ്രിയമുള്ളവരെ. വളരെ ശാന്തമായി വെറുതെ ഇരുന്നാൽ മതി.
വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞാനിങ്ങനെ വെറുതെ ഇരുന്നിട്ട് എപ്പോഴും ഒന്നും സമയം കിട്ടാറില്ല, പക്ഷെ ഒരു അത്യാവശ്യം ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഞാനിങ്ങനെ വെറുതെ ഇരുന്നിട്ട് ആ ക്രൂശിൽ കിടക്കുന്ന അപ്പന്റെ, സ്നേഹവാനായ പിതാവിന്റെ ആ ചിത്രം ഒന്ന് എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് കുറേ നേരം അതിലേക്ക് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്തിരുന്ന് കഴിയുന്നുണ്ടെങ്കിൽ അറിയാതെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരും. അവിടെ വാചകങ്ങളൊന്നുമില്ല, അവിടെ വലിയ ബഹളങ്ങളൊന്നുമില്ല, പക്ഷെ കണ്ണുനീര് വരും. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാനൊക്കെ നമുക്ക് എങ്ങനെയാ ഈ കണ്ണുനീരൊക്കെ ഉണ്ടാകുന്നതെന്നറിയാമോ? നമ്മളിങ്ങനെ ദൈവത്തിന്റെ മുമ്പാകെ നിന്ന് കഴിയുന്നുണ്ടെ അതിപരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോഴാണ് എൻ്റെ അശുദ്ധിയെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടാകും. അവിടുത്തെ മെഡിറ്റേഷനിലൊക്കെ അത് നടക്കും. വലിയ ബഹളങ്ങളിലൊന്നും അത് നടക്കില്ല. സർവശക്തനായ ദൈവത്തിന്റെ മുമ്പാകെ ഞാനിങ്ങനെ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെയാണ് എൻ്റെ ബലഹീനതയെ കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ടാകുന്നത്. ആ ബോധ്യമാണ് നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുന്നത്. അതല്ലാത്രത്തോളം കാലമൊക്കെ നമുക്ക് ഇങ്ങനെ വലിയ ശബ്ദങ്ങളിലും അത് വേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് മസ്റ്റാണെന്നാണ് എൻ്റെ ഒരു വിചാരം. ദൈവം മാറ്റമില്ലാത്തവനാണെന്നാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. തിയോളജിക്കലി അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇത് തിയോളജിക്കലി എററൊന്നുമില്ല, പക്ഷെ ഞാൻ പറയും ദൈവം മാറും. പ്രിയമുള്ളവർ, ദൈവം വല്ലാതെ മാറും. കരഞ്ഞിട്ടുള്ളവരുടെ ഒക്കെ മുമ്പാകെ കർത്താവ് മാറിയില്ലേ? വിശുദ്ധ വേദപുസ്തകത്തിലൊക്കെ എത്രയോ ഉദാഹരണങ്ങളാണ്. ശിക്ഷകളൊക്കെ മാറ്റിവെച്ചത്, മക്കളുടെ കരച്ചിലൊക്കെ കണ്ടിട്ട് അപ്പൻ വല്ലാതെ മാറിയ ചരിത്രങ്ങളൊക്കെ ഇല്ലേ? മരുഭൂമി യാത്രയിൽ യഹോവയ്ക്കും മോശയ്ക്കും ഒക്കെ എതിരായി പെറുപെറുത്ത ജനം അവസാനം മോശ ഉൾപ്പെടെ കരഞ്ഞപ്പോൾ മാറിയില്ലേ? എന്നിട്ട് അവർക്ക് മരുഭൂമിയിൽ പിത്തള സർപ്പത്തേക്ക് ഉയർത്തിയിട്ട് പാമ്പ് കടിയേറ്റവരൊക്കെ അതിൽ നോക്കിയാൽ രക്ഷപ്പെടുമെന്നൊക്കെ പറഞ്ഞ് ഒരു പ്രതിവിധിയൊക്കെ നിശ്ചയിച്ചത് മക്കളുടെ കരച്ചിൽ കണ്ടിട്ട് തന്നെയാണ്. തീർച്ചയായും നിനുവ, ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിനുവ രട്ടിലും വെണ്ണീറിലും ഒക്കെ കരഞ്ഞപ്പോൾ, രാജാവ് പോലും ചാക്ക് ധരിച്ച് വെണ്ണീറിൽ ഇരുന്ന് കരഞ്ഞപ്പോഴൊക്കെ ശിക്ഷാവിധിയൊക്കെ മാറ്റിക്കൊടുത്തില്ലേ? പ്രിയമുള്ളവരെ, ഈ ലോകത്തെ നമ്മയൊക്കെ രക്ഷിപ്പാൻ ദൈവം വന്നതുമൊക്കെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്നാണ് എൻ്റെ വിചാരം. ബിക്കോസ് വി ഹാവ് എ കമ്പാഷനേറ്റ് ഫാദർ. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈ ഓർത്തഡോക്സ് സഭയുടെ നമ്മുടെ ഒരു പൗരസ്ത്യ ആരാധനയിൽ, ഒരു കുർബാന തക്സായിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനുദപിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ അഹങ്കാര മനസ്സ് എന്നെ സമ്മതിക്കുന്നില്ല. ഐ വാണ്ട് ടു റിപ്പന്റ്. എനിക്ക് പക്ഷേ ഭയങ്കര അരഗൻസൊക്കെ ഉള്ളതുകൊണ്ട് അനുതാപം നടക്കുന്നില്ല. അനുതാപത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനായിട്ട്, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ആ മുഖത്ത് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ കണ്ണുനീരുണ്ടാക്കുവാനൊക്കെ ഇടയാകും എന്നാണ് എൻ്റെ വിശ്വാസം. മൂന്നാമത് അപ്പനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: ഓടിച്ചെന്നു എന്നാണ്. He ran to his son. ഒട്ടും ഈഗോ ഇല്ല പോയുള്ളവർ. There is no ego. അപ്പനാണ് ഓടിച്ചെല്ലുക. അപ്പൻ അവിടെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ അല്ലേ? അവൻ ഇങ്ങോട്ട് വരട്ടെ. ഒരു മസിൽ പിടുത്തവും ഇല്ല, ഒരു ഈഗോയും ഇല്ല. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? എക്സസീവ് ഈഗോയാണ്. സൈക്കോളജിസ്റ്റ് ഒക്കെ പറയുന്നത് ഈഗോ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഈഗോ ഈസ് എ മസ്റ്റ് ഇൻ അവർ ലൈഫ്, ബട്ട് അവർ ഇഷ്യൂ ഈസ് എക്സസീവ് ഈഗോ. ഭയങ്കര ഈഗോയുണ്ട്. ഒരാൾ അനുരഞ്ജനത്തിന് ശ്രമിച്ചാലും മുഖം തിരിച്ചു കളയുന്ന ഒരു രീതിയൊക്കെയുണ്ട്. നമ്മുടെ ഈ ആരാധനയിൽ, പൗരസ്ത്യ ആരാധനയിൽ ഒരു അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷയുണ്ട്, കിസ് ഓഫ് പീസ്. വല്ലതും നടക്കുന്നുണ്ടോ? നടക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? നമ്മൾ നമ്മുടെ പള്ളികളിൽ വർഷങ്ങളായി പിടിച്ചിട്ടിരിക്കുന്ന നമ്മുടെ കുറെ സ്ഥലങ്ങളുണ്ട്. ഒരു പള്ളിയിൽ വഴക്കുണ്ടായി, ക്ഷമിക്കണേ, സ്ത്രീകൾ തമ്മിൽ. എന്താ കാര്യം എന്നറിയാം?
പള്ളിയിൽ സ്ഥിരമായി അവർ നിന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് വേറൊരാൾ കയറി നിന്നു. എന്റെ സ്ഥലത്ത് എന്തിനാ കയറി നിന്നതെന്ന്. ഈ മസിൽ പിടിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ദിസ് ഈസ് മൈ കംഫർട്ടബിൾ സോൺ. കിസ് ഓഫ് പീസ് ഒക്കെ വരുന്നുണ്ടെ വളരെ കംഫർട്ടബിൾ ആണ്. നമുക്കറിയാം, നമ്മുടെ ഇടതും വലതും ഒക്കെ, നമ്മുടെ മുമ്പിലും പിമ്പിലും ഒക്കെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സമാധാനം കൊടുക്കുന്ന ആള് തന്നെയാണ് നിന്നിട്ടുള്ളത്. വി ഹാവ് നോ ഇഷ്യൂസ്. സത്യം പറഞ്ഞ ആ ശുശ്രൂഷയൊക്കെ നടക്കേണ്ടത് എങ്ങനെയാണ് അറിയാമോ? ഈ ഓർത്തഡോക്സ് ആരാധനയില് ഈ ശുശ്രൂഷയുടെ ഒക്കെ ഒരു അവസാന ഭാഗമായി ഈ പ്രത്യേക സന്ദർഭത്തിന് സ്തൗമൻ കാലോസ് എന്ന് ഒരാൾ വിളിച്ചു പറയും. നാം എല്ലാവരും നല്ലവണ്ണം നിൽക്കണമെന്നൊക്കെ. അപ്പൊ ഇപ്പൊ നല്ലവണ്ണം അല്ലേ നിന്നത്? അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, നല്ലവണ്ണം അല്ല ആ സമയത്ത് നിന്നത്. കാരണം എന്നോട് വിരോധമുള്ള മത്തായി ചേട്ടൻ പള്ളിയുടെ പുറകിലായിരുന്നു, പടിഞ്ഞാറേ അറ്റത്ത്. അപ്പൊ എനിക്ക് പോകണം, കംഫർട്ടബിൾ സോണിലല്ല. I have to go to മത്തായി ചേട്ടൻ and reconcile with മത്തായി ചേട്ടൻ. മറിയാമ്മ ചേട്ടത്തിക്ക് തങ്കമ്മാമ്മയോട് ബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. So she has to go. So there is a moment happen in the community and that reconciliation is done. Then ശുശ്രൂഷക്കാരൻ വിളിച്ചു പറയുകയാണ്, നാം എല്ലാവരും നല്ലവണ്ണം നിൽക്കണമെന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ അവിടെയൊക്കെയല്ലേ അതിനൊരു റെലവൻസ് ഉള്ളത്. അല്ലാതെ ഇപ്പം നല്ലതായിട്ട് നിൽക്കുന്നവരോട് വീണ്ടും നല്ലതായിട്ട് നിൽക്കണമെന്നൊക്കെ പറയുന്നതിന് എന്താ കാരണം? അപ്പൊ നമ്മളിങ്ങനെ ഈ അനുരഞ്ജനത്തിന്റെ അവസരങ്ങളെയൊക്കെ വെറും ഒരു പരിപാടിയാക്കി, ഒരു റിച്വലാക്കി ഒക്കെ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നമ്മൾ പിടിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ വല്ലപ്പോഴും മാറി നിൽക്കണം കേട്ടോ. അപ്പോൾ അറിയാം ഈ ശുശ്രൂഷയുടെ പ്രാധാന്യം. നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊസിഷൻസ് ഉണ്ടല്ലോ പള്ളിയിലെ. ഇപ്പൊ അമേരിക്കയിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ചെയറോ ബെഞ്ചോ ഒക്കെ കാണുമല്ലോ. വർഷങ്ങളായി ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് മാറിയിരിക്കണേ. ഒന്ന് മാറിയിരുന്നാൽ അറിയാം ഈ ശുശ്രൂഷയ്ക്ക് എത്രമാത്രം ആഴമുണ്ട് എന്നുള്ളത്. ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്തിരുന്നാലൊന്നും ഇത് കിട്ടില്ല. സോ യു മൂവ്, ഗോ ആൻഡ് ആസ്ക് ഫോർഗിവ്നെസ്, റെക്കൺസൈൽ. അത് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഈ അപ്പൻ ആ കസേരയിൽ ഇരുന്നില്ല കേട്ടോ. അപ്പൻ അവിടുന്ന് ഇറങ്ങി മകൻ വരുന്നിടത്തേക്ക് അങ്ങോട്ട് ചെന്നു. പ്രിയമുള്ളവരെ, എന്ത് മനോഹരമായ ഒരു കാഴ്ചയാണ്. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരല്പം ഒന്നടുത്തപ്പോൾ, ഒരു ചുവട് അങ്ങോട്ട് വെച്ചപ്പോൾ അപ്പനിങ്ങനെ ഓടി 100 ചുവട് എൻ്റെ അടുക്കിലേക്ക് വരിക. പ്രിയമുള്ളവരെ, എന്തൊരു അപ്പനായത്! എന്ത് സ്നേഹവാനായ, ഒരു ഈഗോ ഒന്നും ഇല്ലാത്ത ഒരപ്പൻ. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ഈഗോയാണ്. ഹോളി സ്പിരിറ്റ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയ ഈഗോ കുറയും, സ്പിരിറ്റ് കൂടും. അപ്പൊ അതുകൊണ്ട് ഈഗോ അങ്ങോട്ട് ഈഗോയെ റീപ്ലേസ് ചെയ്തതിന്റെ ഹോളി സ്പിരിറ്റ് കൊണ്ടാണ്, പരിശുദ്ധാത്മാവ് കൊണ്ട്. അങ്ങനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിയുന്നുണ്ടെ നമ്മുടെ ഈ തലക്കനങ്ങളും അഹങ്കാരങ്ങളും ഒക്കെ മാറിയിട്ട് നമ്മളും ഇങ്ങനെ താഴേക്ക് വരും. അങ്ങോട്ടൊക്കെ ചെല്ലാനായിട്ട് തോന്നും കേട്ടോ. ഇങ്ങോട്ട് വരട്ടെ, അവനല്ലേ പോയത്, അവളല്ലേ പിണങ്ങിയത്, ഇങ്ങോട്ട് വരട്ടെ. ഇല്ല പ്രിയമുള്ളവരെ, അങ്ങോട്ട് പോകാനാ പറയുന്നത്. പിതാവ് അങ്ങനെയല്ലേ ചെയ്ത്? പിതാവ് ഇറങ്ങി മകന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ വളരെ ചെറിയ ചെറിയ ചലനങ്ങൾ മതി പ്രിയമുള്ളവരെ, ബന്ധങ്ങളൊക്കെ വളരെ പുനഃസ്ഥാപിക്കാനായിട്ട്. ഒരു ചെറിയ ചിരി, എ സ്മോൾ പാറ്റ് ഓൺ ദ ബാക്ക്, ഇത്രയും മതി. വലിയ പ്രസംഗങ്ങളൊന്നും വേണ്ട, ചെറിയ ചെറിയ ചില ചലനങ്ങൾ മതി. ഞാൻ യൂത്തിനോട് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയും, സ്മൈൽ പ്ലീസ്, സ്മൈൽ. One of the greatest things that we can give to the world is a beautiful smile. When we smile, if we smile, people around will smile. അതിങ്ങനെ ഒരു പുഞ്ചിരിയുടെ ലോകം സൃഷ്ടിക്കാനായിട്ടൊക്കെ കഴിയും. ഇങ്ങനെ മസിൽ പിടിച്ചൊന്നും ഇരിക്കാതെ പുഞ്ചിരിക്കും. ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖലയായത് കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ വന്ന് തലയിൽ കയറുമ്പോൾ പുഞ്ചിരിയൊക്കെ മാറും. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നു, നമുക്ക് എത്രയോ ആളുകളെ വിൻ ചെയ്യാനായിട്ട് കഴിയുമെന്നറിയാം. നമുക്ക് എത്രയോ ആളുകളുമായിട്ട് ബന്ധങ്ങളിൽ വരാനായിട്ട് കഴിയുമെന്നറിയാം. കർത്താവ് ഇത് ദൈവം അങ്ങോട്ട് വരുന്ന
നമ്മുടെ അടുക്കിലേക്ക് വരുന്ന കാര്യമാണ്. ദൈവത്തിന്റെ അടുക്കലേക്ക് വന്ന എല്ലാവരും രക്ഷപ്പെട്ടിട്ടില്ലേ? സുവിശേഷം വായിച്ചപ്പോൾ 2 പേര് രക്ഷപ്പെട്ടിട്ടില്ല. 2 പേരൊഴികെ ബാക്കി ആരും എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ വന്നിട്ടില്ല. കർത്താവിന്റെ മുമ്പാകെ വരെ വന്നിട്ട് രക്ഷപ്പെടാതെ പോയത് ആരൊക്കെ? യൂദാസ്കറിയ രക്ഷപ്പെട്ടില്ല. പിന്നെ റിച്ച് യങ് റൂളർ ഇല്ലേ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പറയുന്ന ചെറുപ്പക്കാരനായ പണക്കാരനായ മനുഷ്യൻ, രക്ഷ നൽകുന്നവൻ, അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമൊക്കെ കർത്താവിനോടൊന്ന് പറയുന്ന ഏറ്റവും ബിഗസ്റ്റ് തിങ് ഹി ആസ്ക്ഡ്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ച ഇങ്ങനെ വരുന്നത്. അവനോടൊക്കെ കർത്താവ് പറഞ്ഞത് വിട്ടുകളയല്ല. ഈ യൂദായി ഈ ചെറുപ്പക്കാരനുമൊക്കെ ആ സാമീപ്യത്തിൽ നകന്നു പോകാൻ കാരണം എന്താണെന്നറിയുമോ? പണമാണ്. ഞാൻ പറയും, പണം എപ്പോഴും ഈഗോയെ ഉണ്ടാക്കുകയുള്ളൂ. പണം കൂടുന്നതിനനുസരിച്ച് വളരെ കുറച്ച് പേരെ മാത്രമേ, ഞാൻ പറയും എ വെരി മൈന്യൂട്ട് പേഴ്സൺസ് മാത്രമേ പണം കൂടിയപ്പോൾ വിനയപ്പെട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ മിനിസ്ട്രി മജോറിറ്റിയെ ഞാൻ കണ്ടിട്ടുള്ളത് പണം കൂടിയപ്പോഴൊക്കെ അഹങ്കാരം കൂടിയിട്ടുള്ളതായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. സോറി ടു സേ ദിസ്. അതുകൊണ്ട് യൂദായ്ക്ക് പറ്റിയ പ്രശ്നമല്ലായിരുന്നു, ഈ ചെറുപ്പക്കാരനെ പറ്റിയ പ്രശ്നമല്ലായിരുന്നു. റെക്കൺസിലിയേഷനും നിത്യജീവനും ഒക്കെയുള്ള സാധ്യതയെ തടഞ്ഞു നിർത്തിയത് ഈ പണത്തോടുള്ള ഭാവം, മനോഭാവം, അതിലൂടെ ഉണ്ടായ ഈഗോ എന്നൊക്കെ ഞാൻ പറയും. ഓടി വരുന്ന ഒരപ്പൻ ഒന്ന് ധ്യാനിച്ചു നോക്കണം കേട്ടോ. ഒരു അഹങ്കാരങ്ങളുമില്ലാതെ, ഒരു ഡിമാൻഡും ഒന്നും ഇല്ലാതെ ഇങ്ങനെ നോക്കിയിരുന്ന് മനസ്സലിഞ്ഞ് ഓടി ഇറങ്ങിച്ചെന്ന് മകന്റെ അടുക്കലേക്ക് പോകുന്ന റീച്ചിങ് ഔട്ടാണ്. എന്ത് മനോഹരമായ ഒരു ധ്യാനമാണ്. അടുത്ത ഏതാനും വാക്കുകൾ എപ്പോ വായിച്ചാലും എപ്പോൾ ധ്യാനിച്ചാലും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന കുറെ വാക്കുകളാണ്. അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. fell on his neck and kissed him. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ മെഡിറ്റേറ്റ് ചെയ്ത് നോക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകൻ സുന്ദരനായി ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലെ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ അനുഭവിച്ച് വളരെ സുന്ദരനായി നല്ല ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു മകനാണ് അങ്ങോട്ട് പോയത്. തിരിച്ചു വരുന്നത് എൻറ്റയർലി ഡിഫറെന്റ്, ഓപ്പോസിറ്റ് അവസ്ഥയിലാണ് വരുന്നത്. കുഴിഞ്ഞ കണ്ണുകൾ, മുഷിഞ്ഞു നാറിയ വസ്ത്രങ്ങൾ, ആ പട്ടിണി കിടന്ന് പന്നികളുടെ ഇടയിൽ നിന്ന് വരുന്ന നാറ്റം, ഇതെല്ലാം കൊണ്ട് ഇങ്ങനെ കടന്നു വരുന്ന ആ മകനെ ഇങ്ങനെ കഴുത്ത് കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ഒരു പിതാവിനെ മെഡിറ്റേറ്റ് ചെയ്തു. നമ്മൾ കരഞ്ഞു പോകും പ്രിയമുള്ളവരെ. എപ്പോൾ ഇത് ഈ വേദഭാഗം വായിച്ചാലും കരയും. യു മെഡിറ്റേറ്റ് ഓൺ ദിസ്. വേദപുസ്തകമൊക്കെ വായിക്കുമ്പം വായിച്ച് തീർക്കരുത് കേട്ടോ. ഓരോ വാക്കുകളും, പ്രത്യേകിച്ചും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ വാക്കൊക്കെ വല്ലാതെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കും. യു മെഡിറ്റേറ്റ് ദാറ്റ് പിക്ചർ, ദാറ്റ് സൺ ഈസ് കമ്മിങ്. ഒന്നുമില്ല അവകാശപ്പെടാനായിട്ട്, എല്ലാം വിരൂപിയായ വൈകൃതത്തോടെ കടന്നു വരുന്ന ഒരു മകനെ ഒരു ഉപാധികളും ഇല്ലാതെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ഒരു പിതാവ് നമ്മുടെ പിതാവാണ്, സ്വർഗസ്ഥനായ പിതാവ്. ഞാനും നിങ്ങളും ഏത് പാതാളത്തിൽ നിന്നും, ഏത് പടുകുഴിയിൽ നിന്നും, ഏത് അശുദ്ധിയിൽ നിന്നും കടന്നു വന്നാലും ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന, ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഓർക്കണം. ഈ കിസ് എന്ന് പറയുന്ന ആ വാക്ക്, ഗ്രീക്കിൽ ആ വാക്ക്, അതിൻ്റെ അർത്ഥം ഒരു ഇന്റൻസ് ആക്ഷനാണ്, അഫെക്ഷനേറ്റ് കിസ്സാണ്. ഒരു കോൾഡ് വന്നല്ലോ എന്നാ കെട്ടിപ്പിടിച്ചേക്കാന്ന് പറഞ്ഞ് ചെയ്യുന്നത്. ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട് അപ്പൻ അവനെ കഴുത്ത് കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. പ്രിയമുള്ളവരെ, അഞ്ചാമതായിട്ട് 15-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് പോകണം. ഒരുമിച്ച് 2-3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. തൻ്റെ ദാസന്മാരോട് മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കും. ബ്രിങ് ഔട്ട് എ റോബ്, ദ ബെസ്റ്റ് വൺ.
ആൻഡ് പുട്ട് ഇറ്റ് ഓൺ ഹിം എന്നാണ് പറയുന്നത്. ഈ റോബിന് വല്ല പ്രത്യേകതയുണ്ടോ? ഈ വസ്ത്രത്തിന് വല്ല പ്രത്യേകതയുണ്ടോ പ്രിയമുള്ളവരെ? ഉണ്ട്. ഈ വസ്ത്രം വേദപുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോവയായ ദൈവം ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ പ്രത്യേകിച്ച് വസ്ത്രമൊന്നും കൊടുത്തില്ലായിരുന്നു. They didn't have any robe. It is not mentioned in the book of Genesis. But they never felt they are naked. ഒരിക്കലും അവർക്ക് നഗ്നത തോന്നിയില്ല. പക്ഷെ ഒരു സന്ദർഭത്തിൽ, ഒരു ദിവസം ആദാമിനും ഹവ്വായ്ക്കും നഗ്നത തോന്നി. പാപം ചെയ്ത ദിവസം ആദാമിനും ഹവ്വായ്ക്കും they felt they are naked. എന്താ സംഭവിച്ചെന്നറിയാമോ? യഹോവയായ ദൈവം അവരെ ധരിപ്പിച്ചിരുന്ന റോബ് ഓഫ് ലൈറ്റ്, ഗാർമെന്റ് ഓഫ് ലൈറ്റ് അഴിഞ്ഞുപോയി. Then they felt they are naked. ഇതിനെ കണക്ട് ചെയ്ത് ഈ അപ്പൻ കൊടുത്ത അങ്കിയെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കി. അപ്പനിൽ നിന്ന് അകന്നു പോയപ്പോൾ, അപ്പന്റെ ഭവനത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ he became naked. അതുകൊണ്ട് അവൻ എന്ത് കൊടുത്തേ പറ്റത്തുള്ളൂ? അവന് അങ്കി കൊടുക്കണം. അങ്കി, robe is important because when he sinned, when he detached from the father's house, he became naked and he needs a robe. അവന്റെ നഗ്നത മറയ്ക്കാൻ അവന് ഒരു റോബ് ആവശ്യമാണ്. സാന്ദർഭികമായി പറയട്ടെ, നമ്മൾ ഏത് വസ്ത്രം ധരിച്ചു വേണം പള്ളിയിൽ വരെ? പല സഭകളിലും ഞാൻ കഴിഞ്ഞ ഒരു ദിവസം നാട്ടിൽ പാരിഷ് വിസിറ്റിനായിട്ട് ചെന്നപ്പോൾ എല്ലാവരും വെള്ള വസ്ത്രം ധരിച്ച് ഞാൻ ശനിയാഴ്ച വൈകിട്ട് ചെല്ലും, ഞായറാഴ്ചയും കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യും. തലേന്ന് വൈകിട്ട് സന്ധ്യാനമസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛൻ അനൗൺസ് ചെയ്ത് കണ്ടു, എല്ലാവരും നാളെ വെള്ള വസ്ത്രം ധരിച്ചു വരണം, തിരുമേനിയൊക്കെ ഉള്ളതാണെന്ന്. അതിനാണ് വെള്ള വസ്ത്രം? അല്ല പ്രിയമുള്ളത്, തിരുമേനി വരുന്നതിനൊന്നും അല്ല. ഇതൊരു യൂണിഫോമാണ്, ഒരു ഡ്രസ് കോഡാണ്. ആര് തന്ന ഡ്രസ് കോഡാണെന്നറിയാം? പരിശുദ്ധ സഭ നമ്മെ ധരിപ്പിച്ച ഡ്രസ് കോഡാണ്. പരിശുദ്ധ മാമോദീസ കൂദാശയ്ക്ക് തലത്തൊടുന്ന ആളിന് നമ്മൾ നൽകുന്ന, പുരോഹിതൻ നൽകുന്ന ഉപദേശങ്ങളിലൊന്ന് വെള്ള വസ്ത്രവുമായിട്ട് കുഞ്ഞിനെ സ്വീകരിക്കുവാൻ വെള്ള വസ്ത്രമൊക്കെ കൊണ്ടുവരണമെന്ന് പറയും. മാമോദീസ നേരിൽ നിന്നും കരയേറി വരുന്ന ഈ കുഞ്ഞാടിനെ നീ ഏൽക്കുക, പാവനയാം സഭയെ എന്ന് പറഞ്ഞ് സഭയുടെ പ്രതിനിധിയായ തലത്തൊട്ടപ്പന്റെ, തലത്തൊട്ടമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ആ നെഞ്ചത്തും കയ്യിലും ഇങ്ങനെ വിരിച്ചു പിടിച്ചു നിൽക്കുമ്പോൾ ഒരു വെള്ള വസ്ത്രം വേണമെന്ന് സഭ നിഷ്കർഷിക്കുന്നുണ്ട് പ്രിയമുള്ളവർ. അവസാനം ജീവിതമൊക്കെ കഴിഞ്ഞ് കർത്താവ് തിരിച്ചു വിളിക്കുമ്പോൾ ആ ശവശരീരം പള്ളിയിൽ കൊണ്ട് കിടത്തിയുടെ ശുശ്രൂഷകളൊക്കെ അവസാനിപ്പിക്കുമ്പോൾ മുഖത്തേക്ക് അങ്ങനെ അങ്ങോട്ട് വലിച്ചിടും. എന്ത്? ശോശപ്പായ? ആ, വെള്ള വസ്ത്രം. ശോശപ്പായ എന്നാ ഇപ്പൊ ധരിച്ചിരിക്കുന്നത്. വെള്ള വസ്ത്രം കൊണ്ട് മുഖം മൂടി വിടും. അപ്പൊ തുടക്കവും ഒടുക്കവും സഭ തന്നത് എന്താണ്? ഇനി അത് മാത്രമാണ്? വേദപുസ്തകത്തിൽ വല്ല തെളിവുണ്ടോ ഇതിന്? വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിൽ കുഞ്ഞാടിന്റെ സിംഹാസനത്തിന് മുമ്പാകെ നിന്നിരുന്ന ആയിരക്കണക്കിന് ആളുകൾ വെള്ള നിലയെങ്കിൽ ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പാകെ നിന്നിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനും നിങ്ങളും പള്ളിയിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ഒരു കുഞ്ഞാടിന്റെ സിംഹാസനമുണ്ട് പ്രിയമുള്ളവരില്ലേ? ഏതാ? ത്രോണോസ്. പരിശുദ്ധ ത്രോണോസിന്റെ മുമ്പാകെ വരുമ്പോൾ വെള്ള നിലയെങ്കിൽ ധരിച്ച് നിൽക്കണമെന്ന് വെളിപാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, യെസ്, ഐ ബിലീവ് ദാറ്റ് ഈസ് ദ ഡ്രസ് കോഡ്. പിന്നെ തിരുമേനി എന്തിനാ തിരുമേനി കറുത്തൊക്കെ ധരിച്ചു വരുന്നത്? അത് നമ്മുടെ പഴയ നിയമ ചരിത്രം മുതൽ പുരോഹിതന് പ്രത്യേക വസ്ത്രമുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ വി ക്യാൻ ഹാവ് സ്പെഷ്യൽ ഡ്രസ്സസ്. അതിന്റെ അർത്ഥത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ബിലീവേഴ്സ് വെൻ ദേ കം ടു ദ ചർച്ച് ഹാവ് വൈറ്റ് ക്ലോത്ത്. എന്റെ പൊന്നു തിരുമേനി ഞായറാഴ്ച ഈ സാരിയൊക്കെ ഒന്നെടുത്ത് വരാൻ നോക്കുന്നത് എന്ന് എന്നോട് പറയരുത്. ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഒരു പശ്ചാത്തലത്തിൽ.
അവിടെ സ്കൂളിലെല്ലാം യൂണിഫോം അല്ലേ? ജീൻസ് ഇട്ട് പാനം, ടീഷർട്ട് ഇട്ട് പാനം. ജീൻസും ടീഷർട്ടും ഒന്നും അഴുക്കൊന്നുമില്ല കേട്ടോ, ഞാൻ അങ്ങനൊന്നും പറയുന്നില്ല. ബട്ട് ഒരു വക്കീലാകുമ്പോൾ ഒരു ഡ്രസ് കോഡില്ലേ, ഒരു ഡോക്ടർക്കില്ലേ, ഒരു നേഴ്സിനില്ലേ? അതൊക്കെ ആകുമ്പോൾ സ്കൂളിലില്ലേ? സ്കൂളിൽ ഇതൊക്കെ ഇട്ട് പോകണം, ടൈമൊക്കെ കിട്ടി നല്ല ടിപ്പ് ടോപ്പ് ആയിട്ട് പോകണം. പള്ളി വരുന്നുണ്ടേ ഞാൻ പറയും ടീഷർട്ടും ജീൻസും ഒക്കെ കാഷ്വൽ ഡ്രസ്സാണ്. You cannot be casual. When you come in the presence of God, in front of the altar, we cannot be casual. യേശുക്രിസ്തു ആയിരുന്നല്ലോ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരാൾ. ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ആഡംബരം ചോദിച്ചു. ഓർക്കുന്നുണ്ട് എന്തിനാണെന്ന്? വിശുദ്ധ കുർബാന സ്ഥാപിക്കാനായിട്ട് ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടപ്പോൾ പറഞ്ഞു, വിരിച്ചൊരുക്കിയ ഒരു മാളിക വേണമെന്ന്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് കാഷ്വൽ. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് കാഷ്വൽ. അതുകൊണ്ട് ഞാൻ പറയും, അങ്കി, വെള്ളവസ്ത്രം, അതൊക്കെ ധരിക്കുക എന്ന് പറയുന്നതിനൊരു മീനിങ് ഉണ്ട്. സഭയ്ക്ക് അതിനൊരു മീനിങ് ഉണ്ട്. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എങ്ങനായാലും കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത്. മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ പറയും അത് തന്നെ മതിയെന്ന് പറയും. അപ്പൊ അവന് ഇങ്ങനെ ഒരു അങ്കി ധരിപ്പിക്കുകയാണ്. പാപത്തിൽ അവന് നഷ്ടപ്പെട്ടു പോയ പിതാവിന്റെ അങ്കി കൊണ്ടുവരാനാണ് പറഞ്ഞത്. ആ അങ്കി അവനെ ധരിപ്പിക്കുന്നു. അവന്റെ കൈക്ക് മോതിരമിടാനാണ് പറയുന്നത്. റിങ് കൺഫറിങ് ഫാമിലി അതോറിറ്റി ആൻഡ് ഓണർ. അവനെ മോതിരമിട്ട് പുത്രത്വത്തിലേക്ക് തിരികെ പ്രവേശിപ്പിക്കുകയാണ്. അവന്റെ കാലിന് ചെരുപ്പിടിപ്പിക്കുവാൻ സാൻഡൽസ്. അടിമയ്ക്ക് ചെരുപ്പില്ല, ബെയർഫുട്ടാണ്. പക്ഷെ യജമാനന്, കുടുംബത്തിലുള്ളവർക്കാണ് ഈ സാൻഡൽസും ഷൂസും ഒക്കെ ഉള്ളത്. അടിമയല്ല നീ. അവനെ പുത്രത്വത്തിലേക്ക്, ഭവനത്തിലേക്ക്, അവന്റെ സ്വാതന്ത്ര്യത്തിലേക്ക്, ഇൻവൈറ്റിംഗ് ഹിം ടു ദ ഫ്രീഡം ഇൻ ദ ഫാമിലി by giving a shoe, a sandal. അത് ഒക്കെ നൽകി അവനെ സ്വീകരിക്കുന്ന ഒരു പിതാവ്. 23-ാമത്തെ വാക്യത്തിൽ അപ്പൻ പറയുന്നുണ്ട്, തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പിൻ, തിന്ന് ആനന്ദിക്കുക. Get a fatted calf and kill it and let us eat and celebrate. അതിഥിയൊക്കെ വീട്ടിൽ വരുമ്പോൾ സാധാരണ നിലയിൽ ആട്ടിൻകുട്ടിയൊക്കെ ഉള്ളു കേട്ടോ. ഫാറ്റഡ് കാഫിനെ ഇമ്പോർട്ടന്റ് ഒക്കേഷൻസിൽ മാത്രമേ കൊന്ന് കറി വെച്ച് കഴിക്കാറുള്ളൂ. സോ ദിസ് ഈസ് an important occasion, exceptionally good because the son came back. അവന് വേണ്ടി വലിയ വിരുന്നൊരുക്കി, ഒരു സ്പെഷ്യൽ വിരുന്നൊരുക്കി. നമ്മുടെ സ്നേഹവാനായ പിതാവ് നമുക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കി. പിതാവ് കാൽവറിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി മാറി നമ്മുടെ പിതാവ്, സ്നേഹവാനായ പിതാവ്. ലോകത്തെ നമ്മെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ടാണ് പ്രിയമുള്ളവരെ ജീവൻ വെച്ച് സ്നേഹിച്ചത്. The expression of love on the cross is the real love. അതാണ് ഏറ്റവും വലിയ സ്നേഹം. എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം ഒരുക്കിയ ഒരു വിരുന്ന്. സ്വർഗാരോഹണം ചെയ്തൊക്കെ പോകുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു, 2ാമത് വരുന്നിടം വരെയൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം പറഞ്ഞില്ലേ? So every time we come to the church for the Holy Kurbana, we are participating the feast. കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ വെച്ചൊരുക്കിയ, തന്റെ ശരീരം മുറിച്ച് നൽകിയ ആ വലിയ വിരുന്നിലേക്കാണ് പ്രിയമുള്ളവരെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, this is not casual. This is not casual. This is very important. അപ്പൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി വലിയൊരു വിരുന്നൊരുക്കി, തന്നെ വിഭജിച്ച് നൽകി, മുറിച്ച് നൽകി, നമുക്ക് നിത്യജീവൻ നൽകുവാൻ അവൻ ബലിയായി തീർന്നു എന്നുള്ളതാണ്. എന്നാൽ അപ്പൻ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ്
മകൻ ചെയ്ത ചില കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മൾ ഇന്ന് ഇവിടുന്ന് മടങ്ങിപ്പോകുന്നത് ഗിൽറ്റ് ഫീലിങ്ങോടൊന്നുമല്ല, പിന്നെ വലിയ പ്രത്യാശയോടെ തിരിച്ചു പോകണം. അതുകൊണ്ടാണ് അപ്പൻ്റെ കാര്യം ആദ്യം പറഞ്ഞത്. പക്ഷേ ഈ മകൻ എന്ത് പറ്റി? ഒരു വാശിക്ക് ഇറങ്ങിപ്പോയത്, പ്രിയമുള്ളവരെ, എല്ലാം നഷ്ടപ്പെടുത്തി ഇറങ്ങിപ്പോയ ഒരു മകൻ. അവനെന്താ സംഭവിച്ചത്? 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. When he had spent everything, a severe famine took place throughout the country and he began to be in need. പട്ടിണിയായി പോയി പ്രിയമുള്ളവരെ. സത്യം പറഞ്ഞുകൊണ്ടല്ലോ, പട്ടിണിയാണ് തിരിച്ചുവരവിന് വേദി ഒരുക്കിയത്. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? സർപ്ലസ്. When we are in surplus, we cannot turn back. We cannot go back to God. Scarcity is a precondition to turn back. ഈ ലോകത്തിന്റെ ധനവും ആടയാഭരണങ്ങളും അണിഞ്ഞ് ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് മടങ്ങാനായിട്ട് കഴിയുകയില്ല. We need a famine. ഞാനതിനെ ഉപവാസം എന്നൊക്കെ പറയും. ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതാണല്ലോ. നിങ്ങളിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. നിങ്ങളെല്ലാവരും ഓർക്കേണ്ട ഒന്ന് അമേരിക്കയിലെ കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ നാട്ടിലെ ഒരു കാര്യം പറയാം. എൻ്റെ ബാല്യകാലം, സന്ധ്യാസമയമൊക്കെ വഴിയിലൂടെ അങ്ങനെ പോകുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ചില പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. ഇന്നു പകൽ മുഴുവൻ എന്നെ കാത്തു സൂക്ഷിച്ചത്. എവിടെ ഇരുന്നാ പാടിയെന്നറിയാം? ചാണകം മെഴുകിയ തറയിൽ. ആ സാധനം അറിയാമോ? ചാണകം എന്നൊക്കെ പറഞ്ഞു. ചാണകം മെഴുകിയ തറയിലിരുന്ന്, കീറപ്പായിലിരുന്ന് ഇങ്ങനെ പറയുമായിരുന്നു, ഇന്നു പകൽ മുഴുവൻ കരുണയോടെ എന്നേക്കാം. ഇതേ കേൾക്കാനുള്ളൂ. അങ്ങോട്ട് പോകുമ്പോൾ വൈകിട്ട് ഈ വഴിയിലൂടെ ഒക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകളും ഒക്കെ കേട്ടുപോയിരുന്നു. ഞാൻ ഈ സെമിനാരിയൊക്കെ കഴിഞ്ഞ് അച്ഛനായിട്ട് അധികം നടന്നിട്ടില്ലെങ്കിലും നടന്നപ്പോൾ മിക്കവാറും വീട്ടിൽ ഈ പാട്ടൊന്നും ഇല്ല. ചാണകം മെഴുകിയ തറയുടെ സ്ഥാനത്ത് അങ്ങ് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന മൊസൈക്ക് മാർബിളൊക്കെ ഇട്ടു കേട്ടോ. കീറപ്പായയുടെ സ്ഥാനത്ത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന കാർപ്പറ്റൊക്കെ ഇട്ടു കേട്ടോ. മാറിയ കൂട്ടത്തിൽ എന്തും മാറിപ്പോയി? കർത്താവും പോയി. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ അധികം വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നില്ല. പക്ഷെ ആ ഭിത്തിയിൽ ഇങ്ങനെ ഒരു ആണിയടിച്ച് ഒരു നിലവിളക്കും കുരിശും മെഴുകുതിരിക്കാലും ഒക്കെ വെക്കാനൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ വീട്ടിലൊരു ഭിത്തി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പക്ഷേ എൻ്റെ ഇടവക, ഞാൻ വൈദികനായിരുന്നപ്പോൾ ഇടവക സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് കണ്ടിട്ടുള്ള ഒരു ഭിത്തി പോലും ഇല്ലാത്ത മനുഷ്യർ താങ്ങി നിർത്തിരിക്കുന്ന തൂണിൽ ഒരു നിലവിളക്കും ഒരു ചെറിയ വിളക്കും ഒക്കെ കത്തിച്ചു വെക്കാനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആ വീടിന്റെ ഒക്കെ സ്ഥാനത്ത് ഇങ്ങനെ മണിമാളികകളൊക്കെ ഉയർന്നു വന്നപ്പോൾ, എവിടെ പ്രിയമുള്ളവരെ, എന്ത് പറ്റി? ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയുകയില്ല. ഞാൻ അമേരിക്കയിൽ വന്ന താമസിച്ചത് ഷിക്കാഗോയില്ല. ഡാളസിൽ ബേസ്മെന്റ് ഇല്ലെന്നാണ് എൻ്റെ വിചാരം. ഉണ്ടോ? ഇല്ല. അമേരിക്കയിൽ ഷിക്കാഗോയിൽ വന്ന ഭൂരിഭാഗം ആളുകളും ജീവിതം ആരംഭിച്ചത് ബേസ്മെന്റുകളിലായിരുന്നു. പക്ഷെ ആ ബേസ്മെന്റുകളിൽ നിന്ന് നിലവിളികളും കണ്ണുനീരും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മേലോട്ട് കയറിയപ്പോഴും, ബേസ്മെന്റ് കഴിഞ്ഞിട്ട് മേലോട്ട് കയറിയപ്പോഴും വലിയ കുറവില്ലാതെ ഇതൊക്കെ ചെയ്തിരുന്നു. ഡ്യൂപ്ലക്സിലോട്ട് മാറിക്കഴിഞ്ഞപ്പോഴേ കുറവ് വന്നു തുടങ്ങി. 5 ബെഡ്റൂമുള്ള വീട്ടിൽ വന്നപ്പോൾ ഒട്ടുമേ ഇല്ലാതായി. സമയമില്ല പോലും, സമയമില്ല. ഞാൻ അമേരിക്കയിലെ ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ആ ഇറങ്ങിപ്പോകുന്ന വാതിലിന്റെ തൊട്ടടുത്തൊരു പഴയ വേദവസ്തു ഇരിക്കും. പഴയ വേദവസ്തു. എനിക്കറിയാം ഇത് എവിടുന്നാ വന്നതെന്നറിയാം. എങ്കിലും ഒന്നുകൂടെ കൺഫേം ചെയ്യാനായിട്ട് ഞാൻ ചോദിച്ചു, ഇതെന്താ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു, നാട്ടിൽ നിന്ന് പോന്നപ്പോ അപ്പൻ തന്നു വിട്ടതാണെന്ന് പറഞ്ഞു.
എന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? എന്നോട് അയാൾ പറഞ്ഞ 2 കാര്യമാണ്. തിരുമേനി, അയ്യോ അന്ന് ഞാൻ അച്ഛാ ഈ വേദപുസ്തകം എന്നെ ഓർമ്മിപ്പിക്കും ഞാൻ എവിടെ നിന്നാണ് തുടങ്ങിയത്. ഇറ്റ് വിൽ റിമൈൻഡ് us where did I start my journey. രണ്ടാമത്, ഓടിപ്പോകുന്ന കൂട്ടത്തിലാണെങ്കിലും ഇവിടെ ഇരിക്കുകയാണെങ്കിലും ഒന്ന് എടുത്തിട്ട് ഒരു വാക്യം വായിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിരിക്കുക. പ്രിയമുള്ളവർ, മറന്നുപോയോ തുടങ്ങിയത് എവിടാണെന്ന്? മറന്നുപോയോ? പഴയ ചിഹ്നങ്ങളെല്ലാം മാറ്റി നമ്മൾ കളഞ്ഞു. We don't want to remember where did we start. ഇപ്പൊ നമ്മൾ പറയുന്നത് നമ്മൾ വലിയ ആളുകളായെന്നൊക്കെയാണ് പറയുള്ളവര്. ചില ക്ഷാമമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഓർക്കത്തുള്ളേ, ചില ഫാമിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഓർക്കുകയുള്ളൂ. നാട്ടിൽ ഇടവക സന്ദർശനത്തിന് പോയപ്പോൾ അന്ന് അച്ഛനായിട്ടുള്ള ഒരു സംഭവം. ഒരുവിധം നല്ല ഭംഗിയായിട്ടുള്ളൊരു വീടാണ്. ഞാൻ സന്ധ്യാസമയത്ത്, പിന്നെ അന്ന് മുതൽ നിശ്ചയിച്ചാണ് സന്ധ്യയ്ക്ക് വീട് സന്ദർശനത്തിന് പോകത്തില്ല എന്ന്. എന്തായാലും വീട്ടിൽ ചെന്നു. സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുടുംബമായിട്ട്. തച്ചനിരിക്കുമല്ലോ, 9 മണി വരെയൊക്കെ 10 മണി വരെയൊക്കെ ഇരുന്ന് തച്ചനിരുന്ന് സീരിയൽ കാണും. അപ്പം ഞാൻ പെട്ടുപോയി, ചെന്ന് പെട്ടുപോയി. ഞാൻ സംസാരിക്കാനായിട്ട് ശ്രമിക്കും, എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് വരുമ്പോഴേക്കും സീരിയലിലേക്ക് വീണ്ടും അവരുടെ ശ്രദ്ധ വരും. ഇടയ്ക്ക് പരസ്യം വരുന്നുണ്ട്, തിരിഞ്ഞ് എന്തുകൊണ്ട് വെച്ചാൽ വിശേഷം എന്നൊക്കെ നമ്മളോട് ചോദിക്കും. ഇങ്ങനെ ഞാൻ ആകെപ്പാടെ ബുദ്ധിമുട്ടിരുന്നപ്പോഴാണ് ഇലക്ട്രിസിറ്റി, കറണ്ട് പോയി. കുടുംബനാഥൻ പറയുകയാണ്, എന്നാ അച്ഛാ പ്രാർത്ഥിക്കാമെന്ന്. അപ്പൊ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, എന്റെ കർത്താവെ കറണ്ട് കെട്ട് പോകരുത്. കാരണം കർത്താവിനെ വിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും കറണ്ട് കെട്ടൊരു ഘടകമാണെന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി ദേർ അല്ലേ? ചില അരിഷ്ടതകൾ, ചില ബുദ്ധിമുട്ടുകളൊക്കെ മാറാതെ ഇരുന്നാലേ നമുക്ക് ദൈവത്തോടുള്ള ബന്ധം നിലനിർത്താൻ കഴിയുകയുള്ളെങ്കിൽ അതൊക്കെ അങ്ങനെ ഇരിക്കുന്നതല്ലേ നല്ലത്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മുടെ വളർച്ചയിൽ നമ്മെ വളർത്തിയ, നമുക്കെല്ലാം തന്ന, നമ്മളെ കൂടെ നിർത്തി പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ സംരക്ഷിച്ച് പിടിച്ച കർത്താവിനെ എങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയുക? അതുകൊണ്ട് ഞാൻ പറയും, അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ ക്ഷാമങ്ങളും പട്ടിണികളും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നടക്കുകയുള്ളൂ. ബിക്കോസ് സ്കേഴ്സിറ്റി ഈസ് ദ പ്രീ കണ്ടീഷൻ ഓഫ് സ്പിരിച്വാലിറ്റി. കുറച്ച് ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിലേ പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തെ മറക്കാതെ പിടിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ വിചാരം. ഉപവാസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഉപവാസം, ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയാം? വെറുതെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നൊന്നുമില്ല. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദിസ് സർപ്ലസ് വി ഡിസൈഡ് ദാറ്റ് വി നീഡ് ദിസ് മച്ച് ഓൺലി. ഉപവാസം എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഉപവാസം, അടുത്തുള്ള വാസം. When we are near to God, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ പ്രയോറിറ്റി ഒക്കെ മാറുമ്പോഴുള്ളവരെ, ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന എല്ലാറ്റിനോടും ഉപവാസം പ്രഖ്യാപിക്കണം. ഭക്ഷണം കഴിച്ചാതിരുന്ന് മാത്രമൊന്നുമല്ല കേട്ടോ. ഇന്ന് നമ്മുടെ കയ്യിലുള്ള എല്ലാ ആഡംബരങ്ങളോടും നമുക്ക് ഉപവാസം പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സ്മാർട്ട് ഫോണിനോട് കുറച്ചു നേരം ഉപവാസം പ്രഖ്യാപിക്കാമോ? ഞാൻ ഇന്ന് ഇവിടുത്തെ യൂത്തിനോട് സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, വൈകുന്നേരം ഒരു 10 മണിയാകുമ്പോൾ ഇത് ഓഫ് ചെയ്ത് വെക്കും പ്രിയമുള്ളവർ. രാവിലെ പിന്നെ 8:30 ഓൺ ചെയ്യുകയുള്ളൂ. വലിയ ഭദ്രാസനമാണ് കേട്ടോ. കുറേയധികം സ്ഥാപനങ്ങളുണ്ട്, കുറേയധികം പ്രതിസന്ധികളുണ്ട്. ഇത്രയും വർഷമായിട്ടും ഈ ഫോൺ 8:30 മുതൽ വൈകിട്ട് 10 മണി മുതൽ രാവിലെ 8:30 വരെ ഓഫ് ചെയ്ത് വെച്ചതുകൊണ്ട് ഒരു പ്രതിസന്ധി ഉണ്ടായില്ല. ഞാനിന്ന് കുട്ടികളോട് ചോദിച്ചു, എവിടെ ഫോൺ വെച്ചേക്കുന്നത് വൈകിട്ട്? 1-2 പേര് പറഞ്ഞു ചാർജ് ചെയ്യുന്നിടത്ത് വെച്ചേക്കാണെന്ന്. ബാക്കിയുള്ള ഭൂരിഭാഗവും കട്ടിലേ തന്നെയുണ്ട്. രാത്രിയിൽ കണ്ണു തുറന്നാലും രാവിലെ കണ്ണു തുറന്നാലും ആദ്യം കൈ നീളുന്നത് എങ്ങോട്ടാണ്? കാരണം നമ്മുടെ മുമ്പിൽ കൂടെ, നമ്മുടെ തലയിൽ കൂടെ കുറേയധികം പ്രശ്നങ്ങൾ പോകുന്നുണ്ടല്ലോ. ഇതെടുത്ത് നോക്കിയില്ലെങ്കിൽ അന്ന് രാത്രിയിൽ ഒരു പരിപാടിയും നടക്കത്തില്ലെന്നതാണ്. ഫാസ്റ്റ് ഫ്രം ദി സ്മാർട്ട് ഫോൺസ്, fast from the internet, fast from the food,
കുറച്ചൊക്കെ ഉണ്ടെങ്കിലേ അടുത്ത് വരാൻ സാധിക്കുള്ളൂ പ്രിയമുള്ളവർ. ഇതെല്ലാം കൂടെ കൈ പിടിച്ചോണ്ടിരുന്ന, ഇതെല്ലാം കൂടെ ഇങ്ങനെ ആഡംബരമൊക്കെ പിടിച്ചോണ്ടിരുന്ന കിട്ടില്ല, കണക്ഷൻ കിട്ടൂ. അതുകൊണ്ട് ഒരു ചെറിയ ദാരിദ്ര്യമൊക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്നാണ് എൻ്റെ വിചാരം. അപ്പൊ അങ്ങനെ പട്ടിണിയിൽ വന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിച്ചു. അത് ആ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. 16-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, അപ്പോൾ അവന് സുബോധം വന്നു. He came to himself. പട്ടിണി വന്നപ്പോഴാണ് അവനൊരു ബോധം ഉണ്ടായത്. അത് ശരിക്കും പറഞ്ഞാൽ സയന്റിഫിക്കലി കറക്റ്റ് അല്ലേ? വയറ് നിറഞ്ഞിരുന്നാൽ ആദ്യം ബോധം പോകുന്നത് എവിടുത്തെയാണ്? തലച്ചോറ് മന്ദിക്കും ഇല്ലേ? ആദ്യം നമുക്ക് ഉറക്കം വരും. അതുകൊണ്ടാണ് അധികം കഴിക്കരുതെന്ന് പറയുന്നത്. അവന് സുബോധം വന്നു. എപ്പോഴാണ് അവന് സുബോധം വന്നത്? പട്ടിണി അറിഞ്ഞപ്പോൾ അവന് സുബോധം വന്നു. He came to himself. സുബോധം, നല്ല ബോധം, രണ്ട് കാര്യങ്ങളിലാണ് ഉണ്ടായത്. ഒന്നാമത് അവൻ പറയുകയാണ്, അവന് ബോധം വന്നു. ഒന്നാമത്തെ കാര്യത്തിൽ എന്താണ്? എൻ്റെ അപ്പന്റെ വീട്ടിൽ എത്ര പേര് സുഖമായിട്ട് ജീവിക്കുന്നു എന്നുള്ളത്. പട്ടിണി ഇരുന്നപ്പോഴാണ് പ്രിയമുള്ളവരെ അവന് അപ്പന്റെ വീടിനെ കുറിച്ച് ബോധമുണ്ടായത്. രണ്ടാമത് ആ വാക്യത്തിൽ എഴുതി, ഇവിടെയോ ഞാൻ. സെൽഫ് റിയലൈസേഷൻ ഉണ്ടായത് എപ്പോഴാണ്? പട്ടിണി ഇരുന്നപ്പോഴാണ്, ഉപവസിച്ചപ്പോഴാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു പട്ടിണി നമ്മുടെ ബോധത്തെ, നമ്മുടെ ബോധ്യത്തെ ഒക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. എപ്പോഴും ഇങ്ങനെ വയറു നിറച്ച് കഴിക്കുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ. സോ വി നീഡ് ഫാസ്റ്റിംഗ്. ഇനി അത് പറഞ്ഞപ്പോൾ നമ്മുടെ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് പറഞ്ഞിട്ട്, ഇവിടെയൊക്കെ നിങ്ങൾ ഡീസൻ്റ് ആയിട്ടാണെന്നാണ് എൻ്റെ വിചാരം. ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, എത്ര ഭക്ഷണം, എത്ര സൗകര്യം വീട്ടിലുണ്ടായാലും ഈ പള്ളിയിലെ ഭക്ഷണം വിളമ്പുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ബഹളം ഉണ്ടോ? ഏതെങ്കിലും പള്ളിയിൽ ഡീസൻ്റ് ആയിട്ടൊരു ഭക്ഷണം കൊടുക്കാനായിട്ട് ഒക്കോ? എന്തോ നമുക്ക് അങ്ങനെയാണ്. ഇവിടെയൊക്കെ പിന്നെ ഈ വിവാഹ കൂതാശയ്ക്കൊക്കെ വന്നാൽ നേരത്തെ തന്നെ നമ്മുടെ ടേബിളും എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. വലിയ തിരക്കൊന്നുമില്ല, അവിടെ വന്നിരുന്നാൽ മതി. നാട്ടിൽ കണ്ടിട്ടുണ്ടോ? ഇത് തമാശ പറയാനായിട്ടുള്ള ഒരു സമയമല്ല, എങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ അച്ഛനായിരിക്കുമ്പോൾ ഒരിക്കൽ പോലും ഒരു നേരായ വാതിൽ കൂടെ ഈ ഓഡിറ്റോറിയത്തിൽ കയറാൻ സാധിച്ചിട്ടില്ല. ഈ കുടുംബക്കാരെ മിക്കവാറും ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്ന അടുക്കള വഴി കൊണ്ടുവന്ന് സ്റ്റേജിൽ കൊണ്ടിരുത്തും. അവിടെ ഇരുന്ന് ഈ സ്റ്റേജിൽ ഇരുന്നിട്ട് കാണുന്നൊരു കാഴ്ചയുണ്ട്. ഇങ്ങനെ തിരക്കി നിൽക്കുകയല്ലേ, ആ സമയമാകുന്നുണ്ടെങ്കിൽ ഡോർ അങ്ങോട്ട് തുറക്കുന്നുണ്ടെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന ഫുട്ബോൾ തെറിക്കുന്നത് പോലെ. നിങ്ങൾ സത്യം പറഞ്ഞ ആ വീഡിയോ ഒക്കെ എടുത്തൊന്ന് കാണണം കേട്ടോ. ഈ കണ്ടിട്ടില്ലേ? വീഡിയോക്കാരോട് പറയണം, ദയവ് ചെയ്ത് ഇത് പിടിക്കരുത്. കാരണം ഈ ഭക്ഷണത്തോടുള്ള യുദ്ധം കണ്ട്, ഒന്നാമതേ നാട്ടിലെ ചൂടും വേർപ്പും ഇതെല്ലാം കൂടെ കണ്ട് ഈ ഭക്ഷണം കഴിക്കുന്ന വലിയൊരു അധ്വാനമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നമുക്കെന്തുകൊണ്ടാണ് ഈ ഭക്ഷണത്തോടുള്ള നമ്മുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ഈ ഡിഫറൻസ് ഉണ്ടായത്? എന്തുകൊണ്ടാണ്? എത്രയുണ്ടായിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ഭാവം, ഈ ഒരു മനോഭാവം ഉണ്ടായി? എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഒരു പിൽഗ്രിമേജിന് പോയി. കുറേ അധികം ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് നാണക്കെട്ട് പോയി കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ് ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. അപ്പൊ നമ്മുടെ കൂടെ ഈ പിൽഗ്രിമേജിന് വരുന്ന ആളുകളൊക്കെ, ഫോറിനേഴ്സൊക്കെ മറ്റു ഗ്രൂപ്പുകളായിട്ടൊക്കെ വന്നുകൊണ്ട് ഇരിപ്പുണ്ട്. അവരിങ്ങനെ അന്തിച്ച് നോക്കിയിരിക്കുക, ഞാനും അന്തിച്ച് നോക്കിയിരിക്കുകയാണ്. ഈ ഹനുമാൻ മരുത്തോമല കൊണ്ടുവരുന്നത് പോലെ 2 പ്ലേറ്റിലും ഈ സാധനം പിടിച്ചോണ്ട് ഇങ്ങനെ വരികയാണ്. Are we not ashamed? Are we not ashamed? Why? അത് ഈ സ്പിരിച്വാലിറ്റിയുമായിട്ടൊന്നും ബന്ധം ഡയറക്റ്റ് ഇല്ലെങ്കിലും ഇത്രയും പേരെ കെട്ടിയോണ്ട് ഞാനങ്ങ് പറയുകയാണ്. ഈ ഫോറിനേഴ്സ് ഒക്കെ നമ്മളെ കുറിച്ച്, നമ്മുടെ രാജ്യത്തെ കുറിച്ച്, നമ്മളെ കുറിച്ചൊക്കെ എന്താ ചിന്തിക്കുന്നത്? ഭക്ഷണത്തോട് എന്താണ് പ്രിയമുള്ളവർ എത്രയും നമുക്കൊരു ആർത്തി. നാട്ടിൽ ഓർത്തഡോക്സ് സഭയിലൊക്കെ
ഗീവറീസുകളുടെ പെരുന്നാൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കോഴി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സത്യം പറഞ്ഞ സഭയുടെ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യം അനുസരിച്ച് തോമാസ് ലീഗയുടെ പെരുന്നാൾ നടത്തേണ്ടത് ഡിസംബർ 21 അദ്ദേഹത്തിന്റെ മരണദിവനമാണ് നടന്നിട്ട്. ഭൂരിഭാഗം പള്ളിയിൽ ഇത് നടത്തത്തില്ല. കാരണം എന്താണെന്നറിയാം? ആ നോയമ്പാകൊണ്ട് കോഴി കഴിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് സന്ദർഭമായി ജൂലൈ 3 ദുഃഖറോനോ മാർത്തോമാസ് ലീഗോ ആഘോഷിക്കും. കാരണം അന്ന് ഇഷ്ടം പോലെ അടിക്കും. പണ്ടൊക്കെ ഈ പെരുന്നാളുകൾക്ക് തന്നെ ഒരു ഫുഡിന്റെ രീതിയൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഞാൻ ഓർക്കുന്നത് മാതാവിന്റെ പെരുന്നാളിന് പായസം, പിന്നെ പരിമലത്തിന്മേനയുടെ പെരുന്നാളിന് ഉണ്ണിയപ്പം, ഗീവറീസയുടെ പെരുന്നാളിന് കോഴി. പണ്ട് പോലെയുണ്ട്. ഈ പരിമലത്തിന്മേനയൊക്കെ ഉണ്ടല്ലോ, ഉപവസിച്ച് കുടലിൽ അൾസറ് പിടിച്ച് മരിച്ച് ആരും അറിയാതിരിക്കാൻ, ഈ വേദന ആരും അറിയാതെ കാണാതിരിക്കാൻ ഈ കുപ്പായത്തിനകത്ത് വയറ് തോർത്തുകൊണ്ടുകൊണ്ട് വരിഞ്ഞു മുറുക്കി വീണ്ടും ഉപവസിച്ച് ആ പരിമലത്തിന്മേനയുടെ പെരുന്നാളിനാണ് ഇത് കടിച്ചു പറിച്ച് അവിടെ നിൽക്കുന്നത്. എന്തൊരു കോൺട്രഡിക്ഷൻ ഇതൊക്കെ. ഇത് പറയാൻ പാടില്ലല്ലോ അല്ലേ? എന്തൊരു നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ഭക്ഷണത്തെ കുറിച്ചൊന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഈ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ട കാര്യങ്ങൾ, നല്ലപോലെ ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ട്. എൻജോയ് ഫുഡ്. എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് എപ്പോൾ എങ്ങനെ എന്നൊക്കെയുള്ളത് നമ്മൾ നിശ്ചയിക്കണം. ഒരാളുടെ ഭക്ഷണ രീതി, ഒരാളുടെ സംസാര രീതി, ഒരാളുടെ വസ്ത്രധാരണം, ഇതൊക്കെ കാണുമ്പോൾ അറിയാം ആരാണ് വ്യക്തി എന്നുള്ളത്. അത് ഞാൻ സാന്ദർഭികമായിട്ടൊന്ന് പറഞ്ഞു എന്നുള്ളത്. ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, ഈ മകന്റെ ജീവിതത്തിൽ ഒരു പട്ടിണി ഉണ്ടായപ്പോഴാണ് പ്രിയമുള്ളവരെ ബോധം ഉണ്ടായത്. സോ ഉപവാസവും ബോധവും തമ്മിലൊക്കെ ഭയങ്കര കണക്ഷൻ ഉണ്ട്. എന്നിട്ട് അവൻ അവിടെ ഇരുന്നു കൊണ്ട് 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെല്ലുമെന്ന് ഒരു തീരുമാനം എടുത്തു. അവിടെ ഇരുന്നു കൊണ്ട് ഒരു ബോധമുണ്ടായി, അപ്പന്റെ ഭവനത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടായി, അവൻ ഇപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷനെ കുറിച്ചുള്ള ഒരു ചിന്തയുണ്ടായി. എന്നിട്ട് അവൻ പറയുകയാണ്, ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോകുന്ന ഒരു ഡിസിഷൻ ഉണ്ടായി. 3 ദിവസം ഇവിടെ വന്ന് വചനം കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലും എൻ്റെ മനസ്സിലും ഒരു ചിന്തയുണ്ടായിട്ടുണ്ട്. എവിടെയൊക്കെയോ ഏതൊക്കെയോ വാക്യങ്ങൾ ഒക്കെ എവിടെയൊക്കെയോ ഒന്ന് കൊണ്ടിട്ടുണ്ട്, സ്പർശിച്ചിട്ടുണ്ട്. കാര്യമില്ല. കാരണം എന്താണെന്നറിയാം? വി ആർ ഗോയിങ് ബാക്ക് ടു ദ സെയിം സിറ്റുവേഷൻസ്, സെയിം എൻവയോൺമെന്റ്. നമ്മൾ മാറിയിട്ടുണ്ടാകും, നമ്മുടെ ഹൃദയത്തിൽ ഒരു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. ബട്ട് നമ്മൾ വന്ന വീട്ടിലെ സിറ്റുവേഷൻ ആകാം, ജോലി സ്ഥലത്തെ സിറ്റുവേഷൻ ആകാം, സ്റ്റിൽ അത് അതുപോലെ ഇരിക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വിത്ത് വിതച്ചിട്ടുണ്ട്, ഒരു അനുതാപത്തിന്റെ വിത്ത്, ഒരു ചേഞ്ചിന്റെ വിത്ത് വിതച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പൂർണ്ണമായും എനിക്ക് തോന്നുന്നു തിരിച്ചു ചെല്ലുമ്പോൾ സാത്താൻ അവന്റെ കുട്ടിപ്പട്ടാളത്തെ എന്റെയും നിങ്ങളുടെയും വീടിന്റെ, എൻവയോൺമെന്റിന്റെ, വർക്ക് പ്ലേസിന്റെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഓവർകം ചെയ്യുവാനായിട്ടുള്ള ഒരു ശക്തി, അതൊരു ഇപ്പൊ നമ്മളെ ബാധിച്ചിരിക്കുന്ന ഒരു ഇമോഷൻസ് മാത്രമാണ്. ഈ വചനം നമ്മളെ ഇമോഷണലി ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടാകാം. ഐ ഡു നോട്ട് നോ, യു നോ. പക്ഷെ ഈ ഡിസ്റ്റർബൻസ് കണ്ടിന്യൂ ചെയ്യണം. അത് ഇറ്റ്സ് എ വെൽ ബിഗിനിങ്. പക്ഷേ ഈ എൻവയോൺമെന്റിനെ ഓവർകം ചെയ്യുവാനായിട്ടുള്ള ദൈവത്തിന്റെ കൃപ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അവൻ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ പ്ലഷറും കിട്ടി, 5 സെൻസസും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷേ അവന്റെ ഉള്ളിൽ വലിയൊരു എംപ്റ്റിനെസ്, ഒരു ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ഹി ഫെൽറ്റ് എംപ്റ്റി, ഒരു എംപ്റ്റിനെസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ പറഞ്ഞ എഴുന്നേറ്റ് പോകുന്നത്. ബിക്കോസ് ദിസ് ഈസ് നോട്ട് മൈ പ്ലേസ്, ദിസ് ഈസ് നോട്ട് മൈ ലൈഫ്. എൻ്റെ പ്ലേസ് എൻ്റെ അപ്പൻ്റെ അടുക്കലാണ് എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ പോവുകയാണ്. പതിനെട്ടാമത്തെ വാക്യത്തിൽ, 18-ഉം 19-ഉം വാക്യങ്ങളിൽ
ആ പോകുന്നതിന് മുമ്പ് അവിടെ ഇരുന്നു കൊണ്ട് അപ്പനോട് എന്ത് പറയണമെന്നൊരു നോട്ട് എഴുതിയേ. ഞാൻ ഈ ഓർത്തഡോക്സ് സഭയിൽ കുമ്പസാരിപ്പിക്കുവാനായിട്ടുള്ള ഒരുക്കമൊക്കെ പറയുമ്പോൾ പറയും എഴുതി വെക്കണമെന്ന് പറയും. ഇങ്ങനെ എന്താണ് പോയി പറയേണ്ടതെന്നുള്ളത് എഴുതി വെക്കാൻ പറയും. എന്ന് പറഞ്ഞ പോലെ ഇവൻ പേപ്പർ പേനയൊന്നും എടുത്തെഴുതിയില്ല, പക്ഷെ ഒരു 3 കാര്യങ്ങൾ അവൻ്റെ മനസ്സിൽ എഴുതിയിട്ടു. തിരിച്ച് അപ്പൻ്റെ അടുക്കിലേക്കാണ് പോകുന്നത്. അപ്പനോട് പറയാനായിട്ടുള്ള 3 കാര്യങ്ങൾ. 1, അപ്പ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഒന്ന് തിരിഞ്ഞു പോകണേ. ഇന്നലത്തെ ധ്യാനത്തിലേക്ക് അപ്പനോടും സഹോദരനോടും ഒക്കെ ചെയ്തത് ദൈവത്തോടാണ് പ്രിയമുള്ളവര്. അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. 2, ഇനി നിന്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. 3, കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും. 21 വാക്യം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. 3 കാര്യം പറയാൻ പോയി, 2 കാര്യം പറഞ്ഞു. അപ്പ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിക്കുവാൻ യോഗ്യനല്ല. ബാക്കി എന്ത് ചെയ്യും? 3 പറഞ്ഞില്ല. കൂലിക്കാരനെ പോലെ ആക്കണം. പറയിപ്പിച്ചിട്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. The father did not allow him to tell that I can become or I will become a slave. സമ്മതിച്ചില്ല പ്രിയമുള്ളവർ. അത് അപ്പൻ. ആ 3 കാര്യം പറയാൻ പോയി, പക്ഷെ 2 കാര്യം പറഞ്ഞപ്പോൾ അത് അവസാനിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മടങ്ങി വരുന്ന മകനെ ഇനി ഒരടിമയായിട്ടല്ല, ഒരു വേലക്കാരനായിട്ടല്ല, മകനായിട്ട് തന്നെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് ഈ സന്ധ്യയിൽ നമുക്ക് പ്രത്യാശയോടെ നമ്മുടെ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങാം. ജീവിതത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഡൈവേർഷൻസ്, പെർവേർഷൻസ്, തെറ്റുകുറ്റങ്ങൾ, പന്നികളുടെ ഇടയിലുള്ള ജീവിതം, മുഷിഞ്ഞ നാളിയ ജീവിതം ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ നമുക്കൊരു പ്രത്യാശ നമ്മുടെ സ്നേഹവാനായ പിതാവാണ്. എനിക്ക് തന്നിരിക്കുന്ന സമയം അനുവദിച്ചു. ഒരു 5 മിനിറ്റൂടെ തരുമോ അച്ഛൻ? എങ്കിൽ മാത്രമേ ഇതിൻ്റെ മുഴുവൻ വാക്യങ്ങളും പൂർത്തിയാവുകയുള്ളൂ. അവശേഷിക്കുന്ന ഭാഗത്ത് ആരാണ് കഥാപാത്രം? മൂത്ത മകൻ. മൂത്ത മകൻ വയലിലായി. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ വലിയ ശബ്ദം, ആനന്ദം, സന്തോഷം. കയറിയില്ല പ്രിയമുള്ളവരെ. വെളിയിൽ, ഗേറ്റിൽ വെളിയിൽ നിൽക്കുകയാണ്. ബിക്കോസ് ഹി cannot enjoy this celebration. There are certain people who cannot enjoy that kind of celebration. അപ്പൻ വീട്ടിൽ മകൻ തിരിച്ചു വന്ന ആനന്ദത്തിൽ പങ്കുചേരാൻ കഴിയാതെ ഔട്ട്സൈഡേഴ്സ് ആയിട്ട് അവൻ വെളിയിൽ നിൽക്കുകയാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ഒരു ഭാവമാണ്, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെയാണ് അത്. എന്നിട്ട് അവൻ ചെയ്തെന്താണ്? വേലക്കാരിൽ ഒരുത്തനെ വിളിച്ചവനോട്, സത്യം ഇവൻ അപ്പനോടൊന്ന് ചോദിച്ചപ്പോൾ ഇവൻ എന്തിനാണ് വേലക്കാരോട് ചോദിക്കുന്നത്? നമ്മുടെ ഒരു രീതിയായി ചോദിക്കേണ്ടവനോട് ചോദിക്കത്തില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, if you have some doubts about me, come to me and ask me. Don't go to a wrong person and ask. അവൻ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ എന്താണ്? ഈ വേലക്കാരന്റെ ഏറ്റവും വലിയ ഘടകം എന്തായിരുന്നു? അതവൻ പറഞ്ഞു, വലിയ തടിപ്പിച്ച് കാളയൊക്കെ വീട്ടിൽ അറുത്തിട്ടുണ്ടെന്ന്. അതാണ് അവൻ പറഞ്ഞു കൊടുത്തത്. നിന്റെ ചേട്ടൻ തിരിച്ചു, നിന്റെ ബ്രദർ തിരിച്ചു വന്നു, നിന്റെ അപ്പൻ വലിയ കാളയൊക്കെ അറുത്തിട്ടുണ്ടെന്ന്. റോങ് ഇൻഫർമേഷൻസ് ടു റോങ് പീപ്പിൾ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ ഒരു രീതിയാണ്. ചോദിക്കേണ്ട ആളോട് നേരിട്ട് ചോദിക്കത്തില്ല. കുറേ അധികം ആളുകളെ കേൾക്കും, കുറേ അധികം ആളുകൾ സോഷ്യൽ മീഡിയയിൽ കുറേ കാര്യങ്ങൾ പറയും, അത് വിശ്വസിക്കും, കുറേ ആളുകൾക്ക് ഷെയർ ചെയ്യും. ഓ, എന്തൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ? എത്രയോ ആളുകളെ പ്രിയമുള്ളവരെ വേദനിപ്പിക്കുന്നത്. ഞാനൊക്കെ അതിന്റെ ഇരയാണ്. ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ അതിന്റെ ഇരയാണ്. നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ. They create stories and we share
those stories. സാഡിസം ഇവൻ. പക്ഷേ ഇവന്റെ ക്ലെയിം എന്താണെന്നറിയാമോ? അവന്റെ ലേബൽ എന്താണ്? അപ്പന്റെ കൂടെ നിന്നവൻ. സുവിശേഷം മുഴുവൻ പരിശോധിച്ചു നോക്കൂ, കൂടെ നിന്നവനാണ് ബ്ലോക്ക്. യേശുവേ ദാവീദ് പുത്ര, പാപിയായ എന്നോട് കരുണ ചെയ്യണമെന്ന് നിലവിളിച്ച മനുഷ്യനോട് മിണ്ടരുതെന്ന് പറഞ്ഞത് കർത്താവിന്റെ ചുറ്റുവട്ടം നിന്ന് കർത്താവിനെ കൊണ്ടുപോയ ആളുകളാണ്, അല്ലേ? സക്കായി യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. അവിടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ലെന്ന്. ഏത് പുരുഷാരോ? കർത്താവിന്റെ ചുറ്റുവട്ടം നിൽക്കുന്ന പുരുഷാര നിമിത്തം സക്കായി യേശുവിനെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഇവനും പറയുന്നത് അപ്പന്റെ കൂടെ ആയിരുന്നെന്നാണ്. ഞാനിത് മുഴുവൻ നിനക്ക് വേണ്ടിയല്ലേ ചെയ്തത്. ക്ലെയിമുകളാണ്, അവകാശവാദങ്ങളാണ്. He fails to understand the Father. കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഇതുവരെ പിടികിട്ടിയിട്ടില്ല. കൂടെ നിൽക്കുന്നു എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന പലർക്കും പിടികിട്ടിയിട്ടില്ല ഇവൻ ആരാണെന്ന്. നേതാക്കന്മാരിൽ പലർക്കും അന്നും ഇന്നും പിടികിട്ടാത്ത കാര്യമാണ് ഈ അപ്പൻ ആരാണെന്ന്. അവനിതുവരെ പിടികിട്ടിയിട്ടില്ല. അവസാനം അപ്പൻ അവന്റെ ജീവിതത്തിൽ ഇടപെട്ടു. അവനോട് പറയുകയാണ്, അവനോട് കമ്മ്യൂണിക്കേറ്റ്. അവിടെയും ഈ അപ്പനാണ് വരുന്നത്. അപ്പൻ പുറത്തിറങ്ങി വന്നു. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി നമുക്ക് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഏത് പാപാവസ്ഥയിലും, ഏത് നമ്മൾ എത്രമാത്രം വഴിതെറ്റിപ്പോയിട്ടും വീണ്ടും വീണ്ടും ചേർത്ത് നിർത്തി സ്നേഹിച്ച് കരുതി ചുംബിച്ച് നിൽക്കുന്ന ഒരു പിതാവിന്റെ സ്നേഹം, അതാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് നാം ഈ കൺവെൻഷൻ അവസാനിപ്പിക്കുമ്പോൾ, ഇന്ന് ഇവിടെ നിന്ന് നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ, നമ്മുടെ മനസ്സിൽ ഏറ്റവും പ്രത്യാശയോടെ സൂക്ഷിക്കേണ്ടത്, യെസ് ഐ ഹാവ് എ ലവിങ് ഫാദർ, യെസ് ഐ ഹാവ് എ ഫോർഗിവിങ് ഫാദർ. ആ പ്രത്യാശ നമ്മെ തുടർന്ന് നയിക്കട്ടെ. അതൊരു എക്സ്ക്യൂസായിട്ട് എടുക്കാനല്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്താലും ക്ഷമിച്ചോളൂ എന്നുള്ള എക്സ്ക്യൂസ് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആ ദൈവസ്നേഹം വർദ്ധിച്ചു കഴിയുമ്പോൾ പിന്നെ പലതും ചെയ്യാൻ തോന്നില്ല. ആ ദൈവസ്നേഹം നമ്മെ ഇങ്ങനെ പ്രേരിപ്പിക്കട്ടെ. ഒത്തിരി അധികം സന്തോഷവും നന്ദിയും. ഈ കൺവെൻഷനിൽ വരുവാൻ ഒരു പ്രാവശ്യം ഞാൻ ഇന്ന് പറഞ്ഞ പോലെ എൻ്റെ ഉപ്പാപ്പനാണ് രാജീവ് ദാനിയേൽ അച്ഛൻ. അച്ഛൻ നാട്ടിൽ വന്നപ്പോൾ പരിശുദ്ധ ഭാവാതിരുമേനിയുടെ സാന്നിധ്യത്തിലാണ് എന്നോട് ചോദിച്ചത്, ഈ വർഷം ഈ കൺവെൻഷൻ വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഏറ്റു. ഇവിടെ വന്നു. നിങ്ങളെല്ലാവരെയും കാണുവാനായിട്ട് സാധിച്ചു. ഈ 3 ദിവസങ്ങളിൽ വചന ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് ഇടയായി. ഈ ഒരു എക്യൂമെനിക്കൽ ഫോറം നമുക്ക് ഒരുമിച്ച് കൂടുവാനും സാക്ഷ്യം നിർവഹിക്കുവാനും ഇടയാകുന്നു. എല്ലാവരോടുമുള്ള എൻ്റെ സന്തോഷം അറിയിക്കുന്നു. കൊയറിനോട് പ്രത്യേകിച്ചുള്ള എൻ്റെ സന്തോഷം അറിയിക്കുന്നു. നല്ല മനോഹരമായി അവർ ഗാനങ്ങളൊക്കെ ആലപിച്ചു. എല്ലാ സന്തോഷവും. ബലഹീനനായ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഈ പ്രസംഗം കഴിയുമ്പോൾ ചിലർ കമൻറ്റ് പറയും, പ്രസംഗം ഏറ്റെന്ന്. ആർക്കേറ്റെന്നാ പറയുന്നത്? അവനേറ്റ, അവക്കേറ്റെന്ന്. ഇങ്ങോട്ട് വന്നതെല്ലാം അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കും ഇതൊരു കുത്തുണ്ടാക്കട്ടെ. എനിക്കും നിങ്ങൾക്കും ഇതൊന്ന് ഏൽക്കട്ടെ. നന്ദി. ദൈവത്തിന് സ്തോത്രം.